അവിടെയാണ്. വേണ്ടടത്തും വേണ്ടാത്തടത്തും എല്ലാം കാശ് പിരിക്കാനെത്തും പോലീസ്. മര്യാദക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരെ കൊന്നേച്ചു പോകുമ്പോ പോലീസും ഇല്ല, പട്ടാളവും ഇല്ല. എന്തു വിശ്വസിച്ച ആളുകൾ നാട്ടിൽ കഴിയുന്നേ? നീതി ന്യായം നോക്കി നടത്തേണ്ട ഒരു ജഡ്ജിയുടെ ഗതി ഇതാണെങ്കിൽ നിങ്ങളൊക്കെ ഈ കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോണം. പിടിച്ച് പുറത്താക്ക്. ചുമ്മാ മീശാൻ പിരിച്ചു നടന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങോട്ട് കയറോ, കേരളത്തോട്ട് അങ്ങോട്ട് കയറോ, കേരളത്തോട്ട്. കുവൈറ്റ് മണി എന്ന് പറയും. കുവൈറ്റ് മണി എന്നാ പുള്ളിയെ വിളിക്കുന്നത്? ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഇടതുവശത്തൊരു വലിയ വീട് കണ്ടിട്ടില്ലേ? അത് തന്നെ, അതിന്റെ ഓണറാ. അതെന്തായി കുവൈറ്റ് മണി? അങ്ങനെ പുള്ളിയെ പറയുന്നത്. 10-15 കൊല്ലം കുവൈറ്റിലായിരുന്നു. അവിടെ നിന്നുണ്ടെന്ന കാശുകൊണ്ടാ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നത്. എന്താ ബിസിനസ്? ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിന്റെ. കേട്ട് കാണും, ഹൈവേ ഓട്ടോമൊബൈൽസ്. അത് ഇങ്ങേരുടേതാ. ജഡ്ജിന്റെ വലിയ അടുത്ത ദോസ്തായിരുന്നു. അതാ ഇത്ര ക്ഷോഭം. അവരിന്നലെ സന്ധ്യയ്ക്ക് ഒരുമിച്ച് ക്ലബിൽ ഉണ്ടായിരുന്നതാ. കുറച്ചു മുമ്പ് വിവരം അറിഞ്ഞ ഉടനെ ഇവിടെ ഫോൺ ചെയ്തിരുന്നു. അപ്പോഴത്തെ തെറി കുറെ കൂടെ കല്ലനായിരുന്നു. അത് മുഴുവൻ ഞാനാ പിടിച്ചത്. ഒന്നും മോഷണം പോയിട്ടില്ല? ഇല്ല സാർ, കണ്ടിടത്തോളം ഒന്നും പോയിട്ടില്ല. ആരും അകത്ത് കടന്നതിന്റെ ലക്ഷണവുമില്ല. ഇനിയിപ്പോ വീട്ടുകാർ വന്നാലേ അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ നോക്കൂ. അവരെപ്പോഴെത്തും? ഇന്ന് ഉച്ചരിഞ്ഞെത്തും. മെസ്സേജ് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു സാധാരണ കൊലയുടെ ലക്ഷണം തന്നെയാ. പക്ഷെ ആ ചകിരി പ്രേതത്തിന്റെ വായിലിരുന്നപ്പോ അതിലെന്തോ ഒരു റിവഞ്ച് പോലെ അല്ലേ സാർ? നമുക്ക് ആ വഴിക്കൊന്ന് പിടിച്ചു തുടങ്ങിയാൽ എന്താ സാർ? അതെ, ഒരു കഷ്ണം ചകിരി എന്ന് തുടങ്ങാം. സംഗതി വളരെ എളുപ്പമാണ്. ആ ചകിരി ഏത് തേങ്ങായിൽ നിന്നാണ്, അതല്ലെങ്കിൽ ആ തേങ്ങ ഏത് തെങ്ങിൽ നിന്നാണ്, അത്രയും കണ്ടുപിടിച്ചാൽ മതി, നമ്മുടെ ജോലി തീർന്നു അല്ലേ? ഈ സംഭവം നടക്കുന്ന രാത്രിയും 8 മണി വരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ജഡ്ജിക്ക് ഡ്രൈവർ ഇല്ലായിരുന്നത് കൊണ്ട് ഞാനാ എന്റെ കാറിൽ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പോഴെത്ര മണിയായി കാണും? 8:10. അങ്ങനെ കൃത്യമായി പറയാൻ ആ നേരത്തെ നിങ്ങൾ വാച്ച് നോക്കിയോ? ഇല്ല, പക്ഷെ കൃത്യം 8 അടിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിയത്. ക്ലബ്ബിൽ നിന്ന് ജഡ്ജിയുടെ വീട്ടിലേക്ക് 10 മിനിറ്റ്, എന്റെ വീട്ടിലേക്ക് 17 മിനിറ്റ്. അതാ അതിന്റെ കണക്ക്. ഞാൻ മുമ്പ് പലപ്പോഴും അദ്ദേഹത്തെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈവർ ഇല്ലേ? ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും സെൽഫ് ഡ്രൈവിംഗാ. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട്? ഭാര്യ മാത്രമേ ഉള്ളൂ. മക്കൾ? ഒരു മകനേ ഉള്ളൂ, അവൻ സ്റ്റേറ്റ്സിലാ പഠിക്കുക. ഈ പർട്ടിക്കുലർ ദിവസം ജഡ്ജിയുടെ കുടുംബം സ്ഥലത്തില്ലായിരുന്നു എന്ന വിവരം നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. എങ്ങനെ അറിയാമായിരുന്നു? അദ്ദേഹം പറഞ്ഞു 2 ദിവസം കൂടെ ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഫാമിലി സ്ഥലത്തില്ല എന്നറിഞ്ഞുകൊണ്ട് ഇപ്പറഞ്ഞ ദിവസം രാത്രി 8:10 ജഡ്ജിയെ നിങ്ങൾ അവിടെ ഇറക്കി വിട്ടു. എന്നിട്ട് കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടിട്ട് നിങ്ങളും അവിടെ തന്നെ നിന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? സാർ, നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിൽ ചോദ്യം ചെയ്തോളൂ, എത്ര വേണമെങ്കിലും ഹരാസ് ചെയ്തോളൂ. എനിക്കറിയാവുന്നതെല്ലാം പറയാൻ സന്തോഷമേ ഉള്ളൂ. എനിക്കത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമായിരുന്നു. മിസ്സസ് വാസുദേവ്, ആ പ്രത്യേക ദിവസം സർ, ഈ വീടുമായി ബന്ധപ്പെട്ട സകലരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഫോൺ കോൾസും ട്രാപ്ഡ് ആണ്. ഈ സ്റ്റേജിൽ അമ്മയെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് തൃപ്തി ആവുള്ളൂ എന്നാണോ? കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാലും ഒരു കല്ല് പോലും അൺടേൺഡ് ആയിട്ട് വിടരുതെന്ന് കരുതുന്ന ഒരു നിയമമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾക്ക് ചിലതൊക്കെ ചോദിക്കേണ്ടി വരും. അതിനൊക്കെ ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരുമാവും. മിസ്സിസ് വാസുദേവ്, ആ പ്രത്യേക ദിവസം പുള്ളി ഇങ്ങ് എത്തിയെന്നറിഞ്ഞിട്ടും പിറ്റേന്ന് പോരാൻ തീരുമാനിക്കാതെ 2 ദിവസം കഴിഞ്ഞിട്ട് പോന്നാൽ മതി എന്ന് തീരുമാനിക്കാൻ എന്താ കാരണം? പ്ലീസ്.